വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. 9-ാം തീയതിയാണ് ഉത്സവം, ഏപ്രിൽ 9. 7-ാം തീയതി ഇത് ഇന്നലെ ഞങ്ങളുടെ കരയിൽ നിന്ന് താലപ്പൊലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കരയിൽ നിന്ന് വേറൊരു കരയിൽ നിന്നും 2 കരയിൽ നിന്നായിട്ടാണ് താലപ്പൊലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചല്ലോ കേട്ടോ. പിന്നെ ഒരുങ്ങിയതിന് ശേഷമാണ് വിചാരിച്ചത് എന്തായാലും എടുത്തേക്കാം ഒരു വീഡിയോ താലപ്പൊലിയുടെ. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് അനു ലക്കി കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെയാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതെൻ്റെ താലപ്പൊലി എടുക്കേണ്ട താലമാണ്. വിളക്കും അരിയും കുറച്ച് പൂവും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞങ്ങളുടെ ആ റോഡിൻ്റെ സൈഡിലെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഇരുട്ടുമ്പോഴത്തേക്ക് ലൈറ്റ് ഓൺ ആക്കും, അതിനെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ റോഡ് ഫുള്ള് കൊളായിട്ട് കിടക്കാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഒരു ഭാഗം ആൾക്കാർ പണിയണം, ഒരു ഭാഗം ആൾക്കാർ പണിയണ്ട. അങ്ങനെ പണിയണം എന്നൊക്കെ പറഞ്ഞിട്ട് റോഡ് ഫുൾ ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇന്നും കൂടി 2 പേരാണ് 2 വീലറിൽ എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ മറിഞ്ഞു വീണത്. ഭയങ്കര ഗുരുതരാവസ്ഥയിലാണ്. ഞങ്ങളുടെ ആ ഒരു ഇത്ര ഭാഗം മാത്രമല്ല, അപ്പുറം കുഴപ്പമില്ല, നല്ല റോഡാണ്. ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു പ്രശ്നം നിലവിൽ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സാധാരണ കാട്ടുംപുറം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ വീടിന് വടക്കോട്ട്, ഞാൻ പറഞ്ഞത് ഈ റോഡിന് വടക്കോട്ട് ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ റോഡ് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് നടക്കാനൊക്കെ പറ്റില്ല, ഭയങ്കര പാടാരും ചെരുപ്പൊന്നും ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ പുതിയ അമ്പലത്തിലോട്ടാണ് താലപ്പൊലി പോകുന്നത്. കുറേ വർഷങ്ങൾ കൂടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ താലപ്പൊലി എടുക്കുന്നത്. കുറേ വർഷത്തെ താലപ്പൊലി എനിക്ക് മിസ്സായി. അപ്പോൾ എല്ലാ വർഷവും ഞാൻ താലപ്പൊലിക്ക് മുല്ലപ്പൂവാണ് വെക്കാറുള്ളത്. ഇപ്പോൾ താലപ്പൊലി എന്നല്ല, എന്തൊരു ഫംഗ്ഷൻ വന്നാലും ഞാൻ, കല്യാണം ആയിക്കോട്ടെ എന്ത് വന്നാലും ഞാൻ മുല്ലപ്പൂവാണ് വെക്കുന്നത്. വേറെ ഒന്നും ഞാനങ്ങനെ വെച്ചിട്ടില്ല. ഒരു തവണ മാത്രമാണ് ഞാൻ തെറ്റിപ്പൂ, നമ്മുടെ റെഡ് കളറിലെ തെറ്റിപ്പൂ വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ സമയത്തും മുല്ലപ്പൂവാണ് വെക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ ഡ്രസ്സിൻ്റെ ആ കളർ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, ഞാൻ പലരും വെച്ച് കണ്ടിട്ടുള്ളൊരു കോമ്പാണ് നമ്മുടെ പിങ്ക് അരളിപ്പൂ ഇല്ലേ, അത് പിങ്ക് അരളിപ്പൂ മാത്രമായിട്ട് ചിലർ വെക്കുന്ന കാണാം. പിങ്ക് അരളിപ്പൂ മുല്ലപ്പൂം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്ന കാണാം. അപ്പോൾ എനിക്കിതിനകത്ത് ആ ഒരു പിങ്ക് അരളിയും അതിൻ്റെ കൂടെ തുളസി, ആ പച്ചയും പിങ്കും കൂടെ വരുന്ന ആ ഒരു കോംബോ വെച്ചാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഡ്രസ്സും കൂടി ആ കളർ ആയപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ അതാണ് വാങ്ങിപ്പിച്ചത്. അങ്ങനെ പപ്പായുടെ അടുത്ത് പറഞ്ഞായിരുന്നു, പപ്പ എനിക്ക് പിങ്ക് അരളിപ്പൂവിൻ്റെ ആ ഒരു കവറിലല്ലേ വരുന്നത്, അതും വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഹനുമാൻ മരുത്തോമനെ ചുമക്കുന്നത് പോലെ തന്നെ തുളസിയില കൊണ്ടുവന്നത്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് കുറേ ടൈം എടുത്തോട്ട് എനിക്ക് കെട്ടാനായിട്ട്, മാല കെട്ടാനായിട്ട്, തലവെക്കാൻ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ആ പേജിലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പേജ് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വേറൊരു കരയുന്നോണ്ട് താലപ്പൊലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, മൈതാനം ഫുള്ള് വിളക്കായിരുന്നു കേട്ടോ. ഫുള്ള് വിളക്ക് കത്തിച്ച് വെച്ചേക്കാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സത്യത്തിൽ പറ്റിയില്ല. അപ്പോൾ ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തരണേന്ന്. അണ്ണനൊക്കെ അമ്പലത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയതായിട്ട് നമ്മുടെ വീഡിയോ എടുത്ത് തരാനും അണ്ണന് സമയം കിട്ടത്തൊന്നുമില്ല. പല കാര്യങ്ങൾക്കൊക്കെ അവർ ഓടി നടക്കുകയല്ലേ. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ താലപ്പൊലി അമ്പലത്തിലെത്തി. അമ്പലത്തിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് വേറൊരു കരയിൽ നിന്നോട് താലപ്പൊലി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു കരയിൽ നിന്നുള്ള താലപ്പൊലിയും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു. പിന്നെ ഞങ്ങൾക്ക് താലപ്പൊലിക്ക് നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ താലപ്പൊലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എല്ലാവർക്കും ഓരോ ടോക്കൺ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്പർ അനുസരിച്ച് ഇത് നറുക്കെടുപ്പ് ഇടും, ആരെങ്കിലും എടുക്കും, ഫുൾ ഇങ്ങനെ കുലുക്കി എടുക്കുമല്ലോ നറുക്കിടും. അതിൽ നിന്ന് കിട്ടുന്ന 30 പേർക്ക് എന്തോ സമ്മാനം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് താലപ്പൊലി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആരൊക്കെയാണ് സമ്മാനം കിട്ടുന്നതെന്ന് നോക്കിയിട്ട്. അതുകൊണ്ട് മറ്റവരും വേറെ ഒരു കരയുന്നുണ്ടല്ലോ, പിന്നെ അവരുടെ താലപ്പൊലി വന്നു. അവരുടെ താലപ്പൊലി എല്ലാം കഴിഞ്ഞിട്ടാണ് നറുക്കെടുപ്പ് നടത്തിയത്. അപ്പോൾ ഇത് അവിടുന്ന് വന്ന ജീവിതമാണ് കേട്ടോ. ഇത് ആ ഒരു താലപ്പൊലിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സമയത്ത് ഞങ്ങളെല്ലാവരും താലമൊക്കെ മാറ്റി വിളക്കൊക്കെ അണച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വേറെ കരയിൽ നിന്ന് ജീവിതയുടെ അവരുടെ കരയിലെ താലപ്പൊലിയാണ്. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരത്തി എൻ്റെ കൂടെ താലപ്പൊലി എടുക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ആൾക്ക് വേറെ വർക്ക് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വരാനായിട്ട് ലേറ്റായിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പം ഞങ്ങളുടെ താലപ്പൊലി കഴിയാറായപ്പോഴാണ് വന്നത്. പിന്നെ എനിക്കതുകൊണ്ട് കമ്പനിയാണ്. അതുവരെ എൻ്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു. അമ്മ താലപ്പൊലി എടുത്തതിന് അമ്മേൻ്റെ സൈഡിൽ ഇങ്ങനെ എൻ്റെ കൂടെ നടന്നു വരുന്നുണ്ട് എനിക്കൊരു ബലത്തിന്. അപ്പോൾ പുള്ളിക്കാരത്തി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ടോക്കൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ഒരു ടൈം അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ്, എനിക്ക് വലിയ ഭാഗ്യമൊന്നുമില്ല. അങ്ങനെ ഈ നറുക്കെടുപ്പ് ആരൊക്കെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ അവിടെ മൂലയ്ക്ക് മാറി ഇരിപ്പുണ്ട് ഞങ്ങൾ 2 പേരും. പിന്നെ നമുക്ക് പണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. 4 കരയിൽ നിന്നായിരുന്നു താലപ്പൊലി വരുന്നത്. അപ്പോൾ 4 കരയിൽ നിന്ന് 4 ജീവിതമായിട്ട് വരുമ്പോൾ ഈ 4 ജീവിതയും കൂടെ അടിപൊളിയായിരുന്നു അന്നേരമൊക്കെ. ഇപ്പോൾ അങ്ങനെ ഇല്ല, എന്താണെന്നറിയാൻ വയ്യ.
അങ്ങനെ എല്ലാവർക്കും സമ്മാനമൊക്കെ കിട്ടി കേട്ടോ. ബാഗാണ്, സ്കൂൾ ബാഗാണ് സമ്മാനം. അപ്പോൾ 30ാമത്തെ നമ്പറിൽ എനിക്ക് കിട്ടി കേട്ടോ. ഞങ്ങൾ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അപ്പോൾ അണ്ണൻ പറഞ്ഞു, എന്തായാലും ഈ വർഷം ഇനിയിപ്പോൾ എന്തായാലും നിനക്ക് ഭാഗ്യമില്ല, അടുത്ത വർഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നമ്പർ വെച്ച് ലാസ്റ്റ് 30ാമത് നമ്പർ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോയി. എനിക്കറിയാമോ, ഞാൻ ഒറ്റ കുറിപ്പിന് അവിടെ നിന്ന് ചാടിപ്പോയി. എനിക്ക് എന്താണ് നടന്നതെന്ന് പോലും യാതൊരു ഓർമ്മയില്ല. അങ്ങനെ എന്തായാലും എനിക്ക് ഭാഗ്യമുണ്ട് എന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി, ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു. അണ്ണൻ ഐസ്ക്രീം വാങ്ങിച്ചപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം കൂടിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഐസ്ക്രീമല്ലേ ഞാൻ തിന്നോളാം. ആദ്യത്തെ ഫ്ലേവർ ഏതാണെന്ന് അറിയാൻ, രണ്ടാമത്തെ സ്ട്രോബെറി ആയിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. കാണാൻ